ജീവിതത്തിൽ നമുക്കെപ്പോഴും പ്രചോദനമാകുന്നത് പരാജയപ്പെട്ടവരുടെ തിരിച്ചുവരവുകൾ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയും പരാജയത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെ. ഡ്രഗ് മാഫിയകളും മേർഡറും മറ്റു കൊലകുറ്റങ്ങളും നിറഞ്ഞ ബ്രസീലിയൻ മണ്ണിൽ നിന്നും കാൽപന്ത് കളിക്കാരനാകാൻ ആഗ്രഹിച്ച ഒരു പയ്യനിൽ നിന്ന് ആംസ്റ്റർഡാമിനെ ഉറപ്പിച്ച ആൻ്റണിയിലേക്ക്. അവിടെ നിന്ന് വിമർശകർ മീംസ് കൊണ്ടും ദ ഗോട്ട് എന്ന ടൈറ്റിൽ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ ട്രോളന്മാരുടെ പ്രധാന കണ്ണിയിലേക്ക്. എന്നാൽ അവിടെ നിന്ന് വിമർശകരുടെ വായടപ്പിച്ച ഒരു തിരിച്ചറിവിലേക്ക്. യെസ്, ഹീ ഈസ് ആൻ്റണി മാത്യൂസ് ഡോ സാന്റോസ്. അയാക്സിലെ ആൻ്റണി മോഡേൺ ഫുട്ബോളിലെ തന്നെ പേരുകേട്ട ഒരു താരമായിരുന്നു. വലത് വിങ്ങിൽ അയാക്സിൻ്റെ കുന്തുമനയായി എതിരാളികളെ വകഞ്ഞു മാറ്റുന്നതിൽ അഗ്രകണ്യൻ. സാവോ പോളിയുടെ തെരുവോരങ്ങളിൽ പന്തിട്ടുന്ന ഏതൊരു ബാലിൻ്റെയും സ്വപ്നം തന്നെയായിരുന്നു ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു കാൽപന്ത് കളിക്കാരനാവുക എന്നത്. പെലയും ഡീഞ്ഞോയും കക്കയും പോലത്തെ ഇതിഹാസങ്ങൾ ഉദിച്ചു വന്ന ആ മണ്ണിൽ നിന്നും വരുന്നവർക്ക് ആ ചിന്തയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആൻ്റണിക്ക് തൻ്റെ ഫുട്ബോളിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് തന്നെ പ്രയാസമേറിയതായിരുന്നു. ബ്രസീലിയൻ ക്ലബിൽ തനിക്ക് കളിക്കാൻ അവസരം ലഭിച്ചെങ്കിലും വേണ്ടത്ര പരിഗണന ആൻ്റണിക്ക് അവിടെ ലഭിച്ചിട്ടില്ലായിരുന്നു. പലപ്പോഴും പകരക്കാരൻ്റെ വേഷത്തിലായിരുന്നു ആൻ്റണി കളത്തിലിറങ്ങിയിരുന്നത്. എന്നാൽ ഒരു സുപ്രധാന മത്സരത്തിൽ ഗോൾ കണ്ടെത്തിയതോടുകൂടെയാണ് ആൻ്റണി ക്ലബിൻ്റെ പ്രധാനപ്പെട്ട താരമാകുന്നത്. പിന്നീട് ആൻ്റണിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ടീമിൻ്റെ മെയിൻ സ്ക്വാഡിൽ ആൻ്റണി എന്ന നാമം സ്ഥിരമായി കാണാനായി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് 2020 അയാക്സിൽ നിന്നും ആൻ്റണിക്ക് വിളി വരുന്നത്. ഉടനെ തന്നെ ക്ലബിൻ്റെ വിളി കേട്ട് ആൻ്റണി ആംസ്റ്റർഡാമിലേക്ക് വിമാനം കയറിയത് തൻ്റെ സ്വപ്ന സാക്ഷാത്കരണത്തിന് വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ അവിടെ ടെൻഹാഗിന് കീഴിൽ നിറഞ്ഞാടുന്ന ഒരു ആൻ്റണിയെയാണ് കാണാൻ കഴിഞ്ഞത്. തൻ്റെ അരങ്ങേറ്റ സീസണിൽ തന്നെ 46 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളും 10 അസിസ്റ്റും ആൻ്റണി തൻ്റെ പേരിൽ കുറിച്ചിട്ടു. സീസണിൻ്റെ ഇടയ്ക്ക് വന്ന പരിക്ക് ആൻ്റണിയെ ചെറിയ തരത്തിൽ അലട്ടിയെങ്കിലും ആൻ്റണിയുടെ ഫോം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ സാവോ പോളോയുടെ തെരുവിൽ തൻ്റെ കുട്ടിക്കാലത്ത് താൻ കണ്ട സ്വപ്നത്തേക്കാൾ വലിയൊരു സ്വപ്ന സാക്ഷാത്കരണത്തിന് ആൻ്റണി സാക്ഷിയായി. ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും കോസ്റ്റ്ലി സൈനിങ് ആയ 100 മില്യൺ യൂറോക്ക് ചുവന്ന ചെകുത്താന്മാരുടെ തട്ടകത്തിലേക്ക്. തൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഒരു സുന്ദര ഗോൾ കണ്ടെത്തി ആൻ്റണി ഓൾഡ് ട്രാഫോർഡിനെ രോമാഞ്ചത്തിലാഴ്ത്തി. പിന്നീട് ആഴ്സണലിനെതിരെയും സിറ്റിക്കെതിരെയും എവർട്ടനെതിരെയും ഗോൾ കണ്ടെത്തിയ ആൻ്റണിയെ പ്രശംസ കൊണ്ട് മൂടിയ ഇംഗ്ലീഷ് ആരാധകർ ആൻ്റണിയിൽ പ്രതീക്ഷകളുടെ മോഹക്കോട്ട പണിതു. പക്ഷേ ആദ്യ സീസൺ കഴിഞ്ഞപ്പോൾ സകലതും മാറിമറഞ്ഞു. തൻ്റെ അരങ്ങേറ്റ സീസണിലെ ആ പ്രകടനങ്ങളൊന്നും ആൻ്റണിക്ക് പിന്നീടുള്ള സീസണിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് തനിക്ക് വന്ന പരിക്കും ഫോമില്ലായ്മയുമെല്ലാം കണ്ടപ്പോൾ തന്നെ പ്രശംസ കൊണ്ട് മൂടിയ അതേ ആരാധകർ തന്നെ തനിക്കെതിരെ തിരിയാൻ തുടങ്ങി. 100 മില്യൺ മുടക്കി കൊണ്ടുവന്ന ആൻ്റണി ഫേക്ക് ബ്രസീലിയനാണെന്ന് തുടങ്ങി. ആൻ്റണിയുടെ മിസ്റ്റേക്കുകളെ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകളാക്കി തനിക്കെതിരെ മീംസുകൾ കൊണ്ട് കൊട്ടി ആഘോഷിക്കപ്പെട്ടു. ആർസണലിനെതിരെ പകരക്കാരനായി ഇറങ്ങി വരുമ്പോൾ ആൻ്റണിയുടെ മുഖഭാഗത്തെ മാത്രം മുന്നേ വെച്ച് ആൻ്റണി എന്ന വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു ആരാധകരുടെ സമീപനം. ദ ഗോട്ട് എന്ന് പരിഹാസകാവ്യമായി ആൻ്റണിക്കെതിരെ ഉന്നവെക്കുമ്പോൾ ആൻ്റണി ശരിക്കും തകർന്നു പോയിരുന്നു. ഒടുവിൽ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ പലർക്കും മറുപടി കൊടുക്കണമെന്ന ഉറച്ച മനസ്സോടെ ആൻ്റണി റയൽ ബെറ്റീസിലേക്ക് ലോണിൽ കൂടുമാറി. ആരോ എപ്പോഴോ പറഞ്ഞ പോലെ നേരം 2 വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, 2 ചീത്ത നേരം. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും. അതെ, യുണൈറ്റഡിലെ തൻ്റെ വേസ്റ്റ് മൊമെൻറ്റ്സിൽ നിന്നും റയൽ ബെറ്റീസിൻ്റെ അധിപനാകുന്ന ആൻ്റണിയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. യുണൈറ്റഡിൽ അയാളെ ട്രോളൻ കാത്തിരുന്നവർ ഇന്ന് അയാളുടെ കളി കാണുന്നത് ഏറെ വിസ്മയത്തോടെയാണ്. റയൽ ബെറ്റീസിൽ വന്നത് മുതൽ ആൻ്റണിയുടെ നല്ല കാലം തുടങ്ങി. തൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ അത്ലറ്റിക്കോ ബിൽബാവോക്കെതിരെ ഗോൾ കണ്ടെത്തി ആൻ്റണി തൻ്റെ വരവറിയിച്ചു. കൂടാതെ ആ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പട്ടവും ചൂടി. തൊട്ടടുത്ത മത്സരങ്ങൾ ടീമിൻ്റെ ഗോൾ സ്കോററും മാൻ ഓഫ് ദി മാച്ച് പട്ടവും ചൂടി. നിലവിൽ ടീമിന് വേണ്ടി 3 തവണ മാൻ ഓഫ് ദി മാച്ചും 5 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 2 ഗോളും 2 അസിസ്റ്റുമായി ആൻ്റണി തൻ്റെ പ്രൈം ടൈമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. റയൽ മാഡ്രിഡിനെ 2-1 സ്കോറിന് റയൽ ബെറ്റീസ് പരാജയപ്പെടുത്തിയ മത്സരത്തിലും ഒരു ക്വാളിറ്റി പ്ലെയറിൻ്റെ പ്രകടനം തന്നെയായിരുന്നു ആൻ്റണി കാഴ്ചവെച്ചത്. മോശ സമയത്ത് ആൻ്റണിയെ കൈവടിഞ്ഞവർക്ക് ഇന്ന് സഹതാപിക്കാം. അയാളെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ വിമർശിച്ചവർ ആരാധകർ ഇന്ന് അയാളുടെ പ്രകടനങ്ങളിൽ നിശബ്ദരാണ്. ആൻ്റണി എന്ന് കേൾക്കുമ്പോൾ മൈതാനത്ത് പന്തിന്മേൽ വട്ടം കറങ്ങാൻ കഴിയുന്നവൻ മാത്രമെന്ന് പറഞ്ഞ വിമർശകരെ അയാളുടെ തിരിച്ചുവരവുകൾ നിങ്ങൾ കാണുന്നില്ലേ? അതെ, ഇത് അയാളുടെ ഊയമാണ്.
തന്നെ വിമർശിച്ചവർക്ക് മുമ്പിൽ തൻ്റെ വിശ്വരൂപം പ്രകടിപ്പിക്കാനുള്ള സമയമാണിത്.